നമ്മളിവിടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ച് പോലെ കാണും. മുകളിൽ ടോപ്പിൽ നമ്മളൊരു സ്റ്റിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് പോലെ കാണും. ഈ ഒരു സ്റ്റിച്ചിന് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയും. ഈ ഫ്രണ്ട് ലൂപ്പ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചാണ് യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ സ്റ്റിച്ചസ് പഠിക്കുമ്പോൾ ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഏത് ഭാഗം പിടിച്ചാലും ഈ തിരിച്ച് വെക്കുകയാണെങ്കിലും ഈ ഫ്രണ്ടിൽ വരുന്ന ലൂപ്പിനെ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയും. ഈ 2 ലൂപ്പായിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഫ്രണ്ട് ലൂപ്പും മറ്റൊത് ബാക്ക് ലൂപ്പുമാണ്. അപ്പോൾ ഫ്രണ്ട് ലൂപ്പ് വെച്ചിട്ട് DC ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. യാൺ ഓവർ ചെയ്യാം. നമ്മൾ ഫ്രണ്ട് ലൂപ്പ് 2 ലൂപ്പ് യൂസ് ചെയ്യാതെ ഈ ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്നതിനെയാണ് ഫ്രണ്ട് ലൂപ്പ് ഓൺലി യൂസ് ചെയ്യാമെന്ന് പറയൽ. നമ്മളിപ്പോൾ സ്റ്റിച്ചസ് പഠിക്കുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യണം. ഇത് ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഓരോ പാറ്റേൺസിന് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ മാത്രം ഈ ഒരു ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്യുക. ഈ ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിനെയാണ് ഫ്രണ്ട് ലൂപ്പ് ഓൺലി എന്ന് പറയുന്നത്. യാൺ ഓവർ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലെ ലൂപ്പ് ഇങ്ങനെ ബാക്കിലായിട്ട് ഇങ്ങനെ കാണും. പക്ഷേ ഫ്രണ്ടിൽ നല്ല നീറ്റായിട്ടുണ്ടാവും. ഇനി നമ്മൾ ബാക്ക് ലൂപ്പ് ഓൺലി എന്ന് പറയുമ്പം ഈ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യാതെ ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യുന്നതിനെയാണ് ബാക്ക് ലൂപ്പ് ഓൺലി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ക്യാപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഷൂസൊക്കെ ചെയ്യാൻ നമ്മൾ ബാക്ക് ലൂപ്പ് ഓൺലി എന്ന് പറയും. അപ്പോൾ ഈ ഒരു ബാക്ക് ലൂപ്പ്, അപ്പോൾ ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ നമുക്ക് ഒരു വര പോലെ അവിടെ മുന്നിൽ കാണും. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചസ് പഠിക്കുമ്പോൾ ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ ഒരു വര പോലെ ആ ഫ്രണ്ട് ലൂപ്പ് ഒരു ലൈന് പോലെ ആയിട്ട് കാണും. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. ഒരു ലാസ്റ്റ് ചെയിനിൽ അതുപോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ബാക്ക് ലൂപ്പ് നോക്കിയിട്ട് ആ ബാക്ക് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. പിന്നെ മുകളിലേക്ക് എടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫിനിഷിങ്